Hi students, Namaskaram. Now we are entering into our 7th practical problem in the chapter Residential Status. Mr. X, an Indian citizen, went abroad for employment on 31st August 2021. Determine his residential status for the assessment year 2021-22. This is the question and we are entering into solution. Mr. X, an Indian citizen, went abroad for employment. He is an Indian citizen and went abroad during the previous year for employment. ഒരു ഇന്ത്യൻ സിറ്റിസൺ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു. ഇത്തരം സാഹചര്യത്തിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനുള്ള 60 ഡേയ്സ് 182 ദിവസമായി മാറും. എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ മാത്രമേ നോക്കേണ്ടതുള്ളൂ. If an Indian citizen went abroad for employment or as a crew in an Indian ship, the 60 days in the second basic condition will become 182 days. ഒരു ഇന്ത്യൻ സിറ്റിസൺ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയോ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ ആയിട്ടോ ജോലിക്കാരനായിട്ടോ ഇന്ത്യ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിലുള്ള പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടാകണം എന്ന നിബന്ധന 182 ദിവസമായി മാറ്റും. അങ്ങനെയാണെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ നോക്കേണ്ടതില്ല, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ മാത്രമേ നോക്കേണ്ടതുള്ളൂ. He left India during the previous year on 31st August 2021. പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹം ഇന്ത്യ വിട്ടു പോകുന്നത് 31st August 2021 For determine the residential status, we have to compute the number of days of his stay in India during the previous year 2020-21. അസസ്മെന്റ് ഇയർ 2021-22 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ 2020-21 എത്ര ദിവസം ഈ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായി എന്നത് കണ്ടുപിടിക്കണം. ഇവിടെ ഈ വ്യക്തി ഇന്ത്യ വിട്ടു പോകുന്നത് 31st August 2021 So, from the beginning of the previous year, 1st April 2022, date of departure 31st August 2020, he was in India. ഈ പ്രീവിയസ് ഇയറിന്റെ ആരംഭം 1st April 2020 മുതൽ പോകുന്ന ദിവസം 31st August 2020 വരെ ഈ വ്യക്തി ഇന്ത്യയിലുണ്ട്. എത്ര ദിവസം നമുക്ക് കണ്ടുപിടിക്കാം. ഏപ്രിൽ 30 ഡേയ്സ്, മെയ് 31 ഡേയ്സ്, ജൂൺ 30 ഡേയ്സ്, ജൂലൈ 31 ഡേയ്സ്, ഓഗസ്റ്റ് 30 ഡേയ്സ് എക്സ്ക്ലൂഡിംഗ് ദി ഡേ ഓഫ് ഡിപ്പാർച്ചർ. പോയ ദിവസം കണക്കാക്കാതെ എടുക്കുമ്പോൾ ഓഗസ്റ്റില് 30 ദിവസം, ടോട്ടൽ 152 days. Then check the basic condition to determine whether he is resident or non-resident. First basic condition, he has been in India for at least 182 days during the previous year. Previous year ചുരുങ്ങിയത് 182 ദിവസം ഉണ്ടായിരിക്കണം. Here he was in India only for 152 days during the previous year. Therefore, he fails to satisfy the first basic condition. Previous year 152 ദിവസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Then second basic condition, he went abroad for employment and therefore the 60 days in the second basic condition will become 182 days. ഈ നേരത്തെ പറഞ്ഞു ഈ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യ വിട്ടു പോകുന്നത് ജോലിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് രണ്ടാമത്തെ ബേസിക് കണ്ടീഷനുള്ള 60 ഡേയ്സ് 182 ദിവസമായി മാറുന്നു. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ,
സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 180 ഡേയ്സ്. പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ടാകണം. ഇൻ നോർമൽ കേസ് ഇറ്റ് ഈസ് 60 ഡേയ്സ്, ബട്ട് ഹിയർ ഹി അവെയിൽസ് എക്സെപ്ഷൻ. സാധാരണ രീതിയിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസമാണ് വേണ്ടത്. പക്ഷേ ഈ വ്യക്തി ഇന്ത്യ വിട്ട് പോകുന്നത് ജോലിക്ക് വേണ്ടി ആയതുകൊണ്ട് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ 60 എന്നത് 182 ആയി മാറിയിരിക്കുന്നു. പ്രീവിയസ് ഇയറിൽ ഈ വ്യക്തിയാകെ 152 ദിവസം മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും ബേസിക് കണ്ടീഷൻസ് ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അവർ ആൻസർ: he was in India only for 150 days during the previous year and fails to satisfy any of the basic conditions under section 6.1. സെഷൻ 6.1 ഒറ്റ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. Therefore, he is non-resident for the previous year 2020-21. So, thank you.